എപ്പോൾ കൽമാഷബാധൻ ശക്തിമുനിയോട് ശിഷ്യനിക്ക് മനുഷ്യമാംസം കൊടുത്താനോ എപ്പോൾ മനുഷ്യമാംസമാക്കാൻ ഞാൻ കഴിച്ചെന്ന് അന്ത ഋഷിക്ക് തിരിയല്ലോ ഉടനെ അവർ ഒരു ശാപം കൊടുക്കാൻ കൽമാഷബാധനക്ക് നീ ഒരു രാക്ഷസനാകോ ഒരു ഋഷിയെ മനുഷ്യമാംസം തീറ്റിച്ചതിനാണ് നീ ഒരു രാക്ഷസനാ തീരുന്നത്. അപ്പോൾ കൽമാഷബാധൻ വീണ്ടും ഒരു രാക്ഷസനാണ്. ഇപ്പോൾ മുതല്ല കിങ്കരൻ എന്നുള്ള രാക്ഷസന് ആൾറെഡി ഉള്ളിരിക്കാൻ ശക്തി മഹർഷി ഒരു ശാപം കൊടുത്തിരിക്കാൻ ഇപ്പോൾ ഇതാ ഇവരും കൊടുത്തിരിക്കുക. അപ്പം 3 രാക്ഷസന്മാരോട് ശക്തിയാലെ അവർ രാക്ഷസനെ അയച്ച് അവരോട് പൊണ്ടാട്ടിയേക്കും സുദേശ അവ എപ്പോഴും കൂടെ നടന്നു നിൽക്കുക. അപ്പടിയെ നടന്ന് വന്ന് വശിഷ്ഠമുനിയോട് 101 കുട്ടികളെയും ശക്തിമുനിയും അവർ കൽമാഷബാധൻ രാക്ഷസനെ കഴിച്ചു കൊടുക്കാൻ വശിഷ്ഠർക്ക് ഇത്രയെല്ലാം ശക്തി இருந்தாൽ കൂടെ അവർക്ക് അന്ത സമയത്തിൽ അവളെ ജീവിക്കാൻ സാധിക്കാറില്ല. അപ്പോൾ ഈ കുഴന്തകളെല്ലാം പോയാച്ച് ഞാൻ ഇനി എന്തൊക്കെ ജീവിക്കാറേ ചൊല്ലി അവർ ആത്മഹത്യ ചെയ്യപ്പെട മുതല്ല ഹിമാലയത്തിൽ പോയി കീഴ കൊണ്ടുവിട്ട ഒന്നുമേ ആണല്ലേ. അടുത്തത് തന്നെ കേട്ടാ കയറെടുത്ത് പാശത്തെ എടുത്ത് മേലെ കെട്ടിയിട്ട് സിന്ധു നദിയിലേക്ക് ചാടിനാണ്. സിന്ധു നദിയിൽ ചാടിനോണ മന്ദാകിനി അവരെ എഴുപ്പിയോ എന്താ കയറെല്ലാം അഴിച്ചു വിട്ട് എഴുപ്പിയ അന്ന് മുതൽക്ക് മന്ദാകിനിക്ക് പാശമില്ലാത്തവൾ. പാശം തന്നെ നമ്മൾ തമിഴിൽ എഴുതപ്പെട്ട പാശമല്ല, വെരി കെയർഫുൾ. പാശം തന്നെ സംസ്കൃതത്തിലെ കയറെന്നർത്ഥം. കയറില്ലാത്തവൾ എന്ന് സിന്ധു നദിക്ക് അന്നേരണ്ട് മന്ദാകിനിക്ക് പേര് വന്നത്. അതിലേ അവർ തോറ്റാച്ച്. ഉടനെ എന്നെ പറഞ്ഞാൽ ഇനി ഗംഗാ നദിയിൽ ചാടിയിട്ടുള്ളൂ. ഗംഗാ നദിയിൽ ചാടി ആത്മഹത്യം ചൊല്ലിട്ട് ഗംഗയിലെടുത്ത് ചാടാം. ഗംഗയ്ക്ക് ഇവരോട് തപശക്തിയും എല്ലാം താങ്കാൻ മുടിയാமல் 100 പീസാ പോയിട്ടാണ്. അതാണ് 100 ബ്രാഞ്ചസ്. നദിക്ക് 100 ബ്രാഞ്ചസ് ആയിട്ട് അന്നേലെന്ത് ശതദ്രു എന്ന പേര് ഗംഗാനദിക്ക് വന്നത്. അതാണ് 100 കഷ്ണങ്ങളാ മാറത്ത് 100 ബ്രാഞ്ചാ മാറത്ത് എന്ന് പറഞ്ഞാൽ ചൊല്ലാം. അതിനാൽ ശതദ്രു എന്ന് പേരുണ്ട്. അത്രയും ശക്തിയുള്ളവനാക്കും വശിഷ്ഠൻ. അപ്പോൾ இந்த കാലഘട്ടത്തിൽ ശക്തിമുനിയോട് പൊണ്ടാട്ടി അതിന് വശിഷ്ഠമുനിയോട് മാട്ടുപൊണ്ണ വന്ന് അതിർശന്തി എന്നൊക്കെ അവൾക്ക് പേര്. അവൾ ഗർഭിണിയായിരുന്നാ. അപ്പോൾ ശക്തിമുനി പിടിച്ചെത്തോണം വശിഷ്ഠൻ്റെ പോയി ചൊല്ലി അഴുതാം ഇപ്പടി ഞാൻ ഗർഭിണിയായിരിക്കുന്നതെന്ന്. അപ്പോൾ വശിഷ്ഠമുനി ചൊന്നാൻ നീ ഒട്ടും വിചാരപ്പെടാതെ ഉനക്ക് പുറക്കപ്പെട്ട പുത്രൻ നീ ലോകപ്രസിദ്ധിയായ തീരുമാനം. അതിനാൽ നീ இந்த ഗർഭത്തെ அப்படி காத்து சூட்சி சொல்கிறேன். அவளை அப்படி காத்து சூட்சிக்கிறா. அந்த ഗർഭത്തിലേന്ന് പിറந்த പിള്ളയാക്കും പരാശരൻ അവരോട് പുത്രനാക്കും വേദവ്യാസൻ. സുപ്രസിദ്ധமான വേദവ്യാസൻ ഭാരതം ഭാഗവതം 18 പുരാണങ്ങൾ എല്ലാം എഴുതിന അന്ന് മഹാനുഭാവന മഹർഷി ഭഗവാനോട് 17ാമത്തെ അവതാരമാണ് അന്ന് ഇവർ പരാശയ മഹർഷിയോട് പുത്രനാക്കി. அப்படின்ட்டு இவன் இப்படி ராட்சசனாக நடக்கிற சமயத்தில் அவனுக்கு அவன் பொண்டாட்டி நான் சொன்னேன்னு சுதேஷா கூட நடந்துருந்தான். அவளுக்கு குழந்தைகள் இல்லை. அதுக்கு 2 காரணம் இருக்குது. ஒன்று, அவள் அப்படி நடந்துட்டு இருக்கிற சமயத்தில் ஒரு பிராமணன் பொண்டாட்டியுமா இந்த மாதிரி ஒரு நதிக்கரையில் வச்சு அவள் ஸ்நேக சம்பாஷணம் நடத்துக. அந்த சமயத்தில் அவனை கொல்ல போகிற சமயத்தில் இந்த பிராமணன் இவனை சபிக்கிறான். എന്നാട്ടാ ഞങ്ങൾ இந்த ദാമ്പത്യ ജീവിതം നടിക്കുന്ന സമയത്തിലേക്ക് നീ വന്ന് ഇത് ചെയ്തായി. അതിനാൽ നീ ഉന്നോട് കൊണ്ടാട്ടിയോ ഒരു സ്ത്രീയും സ്പർശിക്കാൻ സാധിക്കാതെ ഓട്ടും ചെയ്തത്. അപ്പോൾ അതിനാൽ അവൾക്ക് കുഴന്തയിലായി കേട്ടത്. അതിക്കിടയിൽ പരാശര മഹർഷിയോട് കൊണ്ടാട്ടി ഞാൻ ചെന്നേനെ ശക്തി മഹർഷിയോട് കൊണ്ടാട്ടി പരാശരനെ ഗർഭം ധരിച്ചിരിക്കുന്ന വശിഷ്ഠനത്തെ ചെന്ന സമയത്തിൽ വശിഷ്ഠൻ இப்படி പുറപ്പെന്നല്ല ചെന്ന அந்த സമയത്തിൽ இந்த രാക്ഷസൻ കൽമാഷവാദൻ രാക്ഷസൻ തന്നോട് ശത്രുവാന ശക്തി മഹർഷിയോട് പിള്ളയാക്കാൻ ഇവളോട് വയറ്റിൽ വളരാൻ ചൊല്ലി അവളെ തിങ്കപ്പോറാൻ. തിങ്കപ്പോറണ
വസിഷ്ഠ മഹർഷിക്ക് സഹിക്കപ്പെടില്ല. അവരുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് മന്ത്രം ജപിച്ച് വെള്ളത്തെ അവനോട് മേലെ തെളിക്കാൻ. വെള്ളത്തെ എപ്പോൾ തെളിച്ചാനോ ഉടനെ അവൻ ശാപമോചനമായിട്ട് വസിഷ്ഠ മഹർഷിയെ തന്നോട് ഗുരുവായി സ്വീകരിച്ച് അവിടെ ഇരിക്കണം. അപ്പോൾ ഒരു സങ്കടം എന്നാണ്, സൂര്യവംശം നശിച്ചു പോകും. ഇവൻ രാജാവായ ചേകൻ പൊണ്ടാട്ടി എടുത്തോടെ സഹിക്കാതെ ഇപ്പടി വர സമയത്തില്ല വസിഷ്ഠ മുനിയോട് ഇവരോട് സമ്മതപ്രകാരം വസിഷ്ഠ മുനിയൊക്കെ ഇവൾക്ക് ഒരു ഗർഭം സുദേശിക്ക് ഗർഭം ധരിക്കണം. വസിഷ്ഠ മുനിയിലെ അന്ത കുഴന്തയാക്കും അസ്മകൻ എന്ന് പേര് വരുമ്പോൾ കാരണം എന്നാ, ഇവൾ ഗർഭം ധരിച്ച് ரொம்ப നാളാച്ച് പ്രസവിക്കാറില്ലേ. അപ്പം എന്നെ ഏറാൻ കേട്ടാ വസിഷ്ഠ മുനി அந்த கல்லை எடுத்து அவளோட வயிற்றில் குத்தி அந்த குழந்தைய வெளியில் எடுக்கிறான். அஸ்மன்னு சொன்னாக்கா கல்லுன்னு அர்த்தம். அதனால அஸ்மகன். அப்போ அந்த வயிற்றை அடித்து பிறந்ததுனால அஸ்மகன். இந்த அஸ்மகனோட பிள்ளையாக்கும் ஹிரிச்சி. இந்த ஹிர்ஜியோட பிள்ளையாக்கும் சுப்பிரசித்தனான கட்வாங்கன். நீங்கள் ഭാഗവത സപ്താഹം ചൊല്ലൊക്കെ കൊടുത്ത് நீங்கள் കേട്ട് ഒരു നിമിഷത്തിൽ ഒരു നിമിഷത്തിൽ നാരായണാന്ന് പിള്ളയൊക്കെ വിട്ടോണം സ്വർഗം പ്രാപിച്ചാൻ ചൊല്ലപ്പെട്ട ഒരുത്തനെ പറ്റി കേൾവിട്ട് അവനാക്കും ഗഡ്വാങ്കൻ ചൊല്ലപ്പെട്ടത്. അത്രയും പെരിയ മഹർഷിയാക്കും വസിഷ്ഠ മഹർഷി. ഇനി വേറൊരു വേറെ കേട്ട വിശ്വാമിത്ര മഹർഷിക്ക് മേനകയിലെ ഒരു